കളിയിക്കാവിളയിൽ ക്വാറി ഉടമയെ കാറിനുള്ളിൽ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി പിടിയിൽ. നേമം ചുഴാറ്റുകോട്ട സ്വദേശി അമ്പിളി എന്ന സജികുമാറിനെയാണ് തമിഴ്നാട് പോലീസിന്റെ പ്രത്യേക സംഘം പിടികൂടിയത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു. പ്രതി കുറ്റം സമ്മതിച്ചതായി തമിഴ്നാട് പോലീസ് അറിയിച്ചു. കന്യാകുമാരി പോലീസ് എസ്.പി. സുന്ദരവദനത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം തിരുവനന്തപുരത്ത് നിന്നാണ് പ്രതിയെ പിടികൂടിയത്. കൊല്ലപ്പെട്ട ദീപുവിന്റെ ഫോൺ രേഖകൾ ഉൾപ്പെടെ പരിശോധിച്ച് മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയിലേക്ക് എത്തിയത്. ആക്രി വ്യാപാരിയായ സജികുമാർ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. നെയ്യാറ്റിൻകര മുതൽ കാറിൽ ഒപ്പമുണ്ടായിരുന്ന പ്രതി ദീപുവിനെ കൊലപ്പെടുത്തിയ ശേഷം കടന്നു കളയുകയായിരുന്നു. CCTV ദൃശ്യങ്ങളും നിർണായകമായി. കൊലപാതകത്തിന് പിന്നിലെ കാരണം എന്തെന്ന് പരിശോധിക്കുകയാണ് അന്വേഷണ സംഘം. ഇരുവരും തമ്മിലുള്ള ബന്ധവും അന്വേഷിക്കും. ചോദ്യം ചെയ്യലിൽ അമ്പിളിയിൽ നിന്ന് ചില നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇത് സത്യമാണോ എന്നും പരിശോധിക്കും. അറസ്റ്റിലായ അമ്പിളി കൊലപാതകം ഉൾപ്പെടെ 50-ലധികം കേസുകളിൽ പ്രതിയാണ്. പണം ലക്ഷ്യം വെച്ചാണ് കൊലപാതകമെന്നതാണ് പ്രാഥമിക നിഗമനം. ഈ കാറിൽ വെച്ചാണ് ദീപുവിനെ കഴുത്തറുത്ത് അതിദാരുണമായി കൊലപ്പെടുത്തുന്നത്. ദുരൂഹതയുടെ കെട്ടഴിയുമ്പോൾ അന്വേഷണത്തിൽ അമ്പിളിക്ക് മാത്രമാണോ പങ്ക്, മറ്റാർക്കെങ്കിലും കൂടി ഉണ്ടോ എന്നുകൂടി പരിശോധിക്കുകയാണ് പോലീസ്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണുപ്രസാദിനൊപ്പം റിപ്പോർട്ടർ സുനിഷ അയ്യല്ലൂർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. കളിയിക്കാവിള കൊലപാതകത്തിൽ പ്രതി കുറ്റം സമ്മതിച്ചെന്ന് തമിഴ്നാട് പോലീസ്. ദീപുവുമായി സൌഹൃദമുണ്ടായിരുന്നെന്നും പ്രതി മൊഴി നൽകിയിട്ടുണ്ട്. കളിയിക്കാവിള പോലീസ് സ്റ്റേഷനിൽ നിന്ന് സുനിഷ അയ്യല്ലൂർ നൽകും വിശദാംശങ്ങൾ. സുനിഷ, കേസിൽ പ്രതി മൊഴി നൽകിയിട്ടുണ്ട്, നിർണായകമായ ചില വിവരങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുവരെ ഈ കേസിൽ നിന്ന് വ്യക്തമായിട്ടുള്ളത്? അത് തന്നെയാണ്. ഏതായാലും ദുരൂഹതയുടെ കെട്ടഴിക്കാനുള്ള ശ്രമങ്ങൾ തമിഴ്നാട് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നതാണ്. ഏതായാലും കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു ഈ ദീപു കൊലക്കേസിലെ പ്രതിയായ അമ്പിളി എന്ന സജികുമാറിനെ തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. പിന്നാലെ തന്നെ ചോദ്യം ചെയ്യലിലൂടെ ഇയാൾ തന്നെയാണ് കൊലപാതകത്തിന് പിന്നിലെന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുകയും ചെയ്യുന്നു. പക്ഷേ അപ്പോഴും അമ്പിളി മാത്രമാണോ കൊലപാതകത്തിന് പിന്നിലെന്ന സംശയമാണ് നിലവിലുള്ളത്. അത് ദുരൂഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ തുടരുകയും ചെയ്യുന്നത്. രഹസ്യ കേന്ദ്രത്തിൽ നിലവിൽ അമ്പിളിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ചില നിർണായകമായ തെളിവുകൾ കൂടി അമ്പിളി പറഞ്ഞത് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും പ്രതി നിലവിൽ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ദീപു തന്റെ അടുത്ത സുഹൃത്തായിരുന്നു എന്ന കാര്യമാണ് പറയുന്നത്. പക്ഷേ അപ്പോഴും കൊലപാതകത്തിനുണ്ടായ കാരണം അത് ദീപു അമ്പിളി വ്യക്തമാക്കിയിട്ടില്ല. അത് കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഉള്ളത് എന്നത് തന്നെയാണ്. നിലവിൽ ഏതായാലും ദീപുവിന്റെ സുഹൃത്തുക്കളെയും ഒപ്പം തന്നെ ഈ അമ്പിളിയുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ദീപുവിന്റെ സുഹൃത്തുക്കൾ മൊഴി നൽകിയത് പ്രകാരം മനസ്സിലാകുന്നത് ഈ ക്രഷർ യൂണിറ്റിന്റെ അടുത്താണ് ഈ പിടിക്കപ്പെട്ട പ്രതിയായ അമ്പിളിയുടെ വീട്. പലപ്പോഴും ഈ ക്രഷറിലേക്ക് അമ്പിളി എത്താറുണ്ടായിരുന്നു എന്നതാണ്. ദീപുവുമായി അടുത്തൊരു സുഹൃത്ത് ബന്ധം ഉണ്ടായിരുന്നു. ഈ സുഹൃത്ത് ബന്ധം മുതലെടുത്തുകൊണ്ട് ദീപുവിനെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നതാണ് ക്രഷർ യൂണിറ്റിലെ ജീവനക്കാർ, ദീപുവിന്റെ സുഹൃത്തുക്കളായ ജീവനക്കാർ പറയുന്നത്. ഏതായാലും സുഹൃത്തുക്കളുടെയും മറ്റ് ദീപുവിന്റെ ഈ ബിസിനസ് പാർട്ണർമാർ, കുടുംബം എല്ലാവരുടെയും ചോദ്യം, ഈ മൊഴിയെടുപ്പ് ഏതായാലും പോലീസ് ഒരു ഭാഗത്ത് നടത്തുന്നുമുണ്ട്. ഒപ്പം തന്നെ അമ്പിളിയിൽ നിന്ന് ഏതൊക്കെ വിവരങ്ങൾ ലഭിക്കാമെന്നോ അത്തരത്തിലുള്ള അന്വേഷണം കൂടി ഒരു ഭാഗത്തും നടക്കുന്നുണ്ട്. ഇപ്പോഴും ഏതായാലും പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. അപ്പോഴും സംശയമായി നിൽക്കുന്നത് ദീപുവിന്റെ കുടുംബം പറഞ്ഞിരുന്നത് ഒരു ഗുണ്ടാ സംഘം പലപ്പോഴും ഭീഷണിപ്പെടുത്താറുണ്ടായിരുന്നു. 10 ലക്ഷം, 20 ലക്ഷം, 30 ലക്ഷം ഒക്കെ ചോദിച്ചുകൊണ്ട് ഗുണ്ടാ സംഘം ഭീഷണിപ്പെടുത്താറുണ്ടായിരുന്നു എന്നതാണ്. ആ ഗുണ്ടാ സംഘത്തിന് ഇതിൽ ഏതെങ്കിലും തരത്തിൽ പങ്കുണ്ടോ എന്നതാണ്. അമ്പിളി തന്നെ 50ഓളം കേസുകളിലെ പ്രതിയാണ്. പ്രധാനമായും കൊലപാതക കേസിൽ അടക്കമുള്ള പ്രതിയാണ് അമ്പിളി. അമ്പിളി തന്നെ ഒറ്റയ്ക്ക് ചെയ്യുമെന്നൊരു ഭാഗത്ത് അങ്ങനെ ചെയ്യാൻ കഴിയുമെന്നൊരു ഇതുകൂടി പോലീസ് പറയുന്നുണ്ട്. എന്നാൽ പോലും ഇതിന് പിന്നിൽ മറ്റാർക്കെങ്കിലും, ഒരു സുഹൃത്തിനെ ഒരു 10 ലക്ഷത്തിന് വേണ്ടി കൊല ചെയ്യാൻ പാകത്തിന് എന്തെങ്കിലും ഒരു കാരണം അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നത് തന്നെയാണ് അന്വേഷണ സംഘം കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ഏതായാലും അങ്ങനെയെങ്കിൽ ഗുണ്ടാ സംഘത്തിലേക്കും ആരാണ് ഇത്തരത്തിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത് എന്നതിലേക്ക് കൂടി അന്വേഷണം നീങ്ങുമെന്നത് തന്നെയാണ്. നിലവിൽ ഈ കാറിലായിരുന്നു ഈ ദീപു സഞ്ചരിച്ചത്. പിന്നാലെയാണ് ഈ CCTV ദൃശ്യങ്ങളിൽ കാണാം ഒരാൾ ഒരു കറുത്ത ബാഗുമായി വരുന്നതും പിന്നാലെ ഈ വണ്ടിയിലേക്ക് കയറുന്നതും. ആ CCTV ദൃശ്യങ്ങളിലൂടെയാണ് പോലീസ് പിന്നീട് ഈ അന്വേഷണത്തിലേക്ക് എത്തുന്നത് എന്നതാണ്. അങ്ങനെയെങ്കിൽ അയാൾ, ഈ പറയുന്ന ദീപുവിന്റെ സുഹൃത്തായ ഈ അമ്പിളിയാണോ ഈ വണ്ടിയിൽ കയറിയത്? അയാളാണ് കയറിയതെങ്കിൽ ഈ പറയുന്നത് പോലെ ഈ വണ്ടിക്കകത്ത് പൂർണ്ണമായും ഈ ഡ്രൈവർ സീറ്റിലും തൊട്ടടുത്ത സീറ്റിലും ഒക്കെ തന്നെയും ചോരപ്പാടുകൾ കൃത്യമായി കാണാൻ
കഴിയും. മൽപ്പിടുത്തം ഉണ്ടായതിന്റെയും ഈ പറഞ്ഞതുപോലെ തെർമോകോൾ കട്ടർ ഉപയോഗിച്ചാണ് കൊലപാതകം നടത്തിയിരിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അത്തരത്തിലുള്ള ഇടപെടലുകൾ ഇതിനകത്ത് ഉണ്ടായത് കൃത്യമായി നമുക്ക് ഈ ചോരപ്പാടുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഒപ്പം തന്നെ പിറകിലൊക്കെ തന്നെയും ബ്ലഡ് സ്റ്റെയിനുകൾ തെറിച്ചിട്ടുമുണ്ട്. പക്ഷേ മറ്റാരെങ്കിലും പുറകിൽ ഉണ്ടായിരുന്നോ, ഇനി മൂന്നാമതോ നാലാമതോ ഒരാളുടെ പ്രസൻസ് ഈ കാറിനകത്ത് ഉണ്ടായിരുന്നോ എന്നതുകൂടി കണ്ടെത്തേണ്ടതുണ്ട്. അത്തരത്തിൽ CCTV-കൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പോലീസ് ഒരു ഭാഗത്ത് നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ദീപുവിന്റെ ഫോൺ കോളുകൾ, മറ്റ് ഡീറ്റെയിൽസുകളൊക്കെ തന്നെയും എടുത്തുകൊണ്ടുള്ള വിശദമായ പരിശോധന ഒരു ഭാഗത്തും നടത്തുന്നുണ്ട്. ഏതായാലും അത്തരത്തിൽ മറ്റു ആർക്കെങ്കിലും പങ്കുണ്ടോ എന്നതുകൂടി അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ അമ്പിളിയിൽ തന്നെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അമ്പിളിയെ കേന്ദ്രീകരിച്ച് ഇനി മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നതുകൂടി കണ്ടെത്തുക എന്നത് തന്നെയാണ് ലക്ഷ്യം. ഏതായാലും അമ്പിളി നിലവിൽ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഇയാളുടെ സുഹൃത്താണ് ഈ ദീപു എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ കൂടി, എന്തിനാണ് കൊലപാതകം നടത്തിയത് എന്ന വിവരങ്ങൾ കൂടി ഏതായാലും പോലീസിന് ലഭ്യമായിട്ടുണ്ട് എന്നതാണ് ലഭിക്കുന്ന വിവരം. അല്പസമയത്തിനകം തന്നെ 3 മണിക്ക് ശേഷം ഒരുപക്ഷെ കന്യാകുമാരി SP-യുടെ നേതൃത്വത്തിൽ വാർത്താ സമ്മേളനം വിളിക്കാൻ സാധ്യതയുണ്ട് എന്നും മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് കുറ്റം ചെയ്തത്, അത് എന്തിനു വേണ്ടിയായിരുന്നു, അതിന് പിന്നിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തമായ വിവരം ലഭിക്കുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളുമുള്ളത്. ഒപ്പം തന്നെ അന്വേഷണ സംഘം ആ രീതിയിലുള്ള അന്വേഷണം തുടരുകയും ചെയ്യുന്നുണ്ട്. ശ്രുതി, ഏതായാലും നിലവിൽ അമ്പിളിയിലേക്ക് തന്നെയാണ് പണവുമായി ബന്ധപ്പെട്ട് ഈ പണം കൈക്കലാക്കുക എന്ന ആവശ്യം തന്നെയാണ്. അപ്പോഴും ഒരു ചോദ്യം ഉയരുന്നത്, ദീപുവിന്റെ കയ്യിൽ 10 ലക്ഷം രൂപയുണ്ട് എന്നത് എങ്ങനെയാണ് അമ്പിളി അറിഞ്ഞത് എന്നതാണ്. ഇയാൾ JCB വാങ്ങാനായി കോയമ്പത്തൂരിലേക്ക് പോകുന്നു എന്നതായിരുന്നു അറിയിച്ചിരുന്നത്. ഒപ്പം തന്നെ ഒരു JCB ഓപ്പറേറ്ററായ ഒരാളെ കൂട്ടുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നതായി ക്രഷർ യൂണിറ്റിലെ ജീവനക്കാരും പറഞ്ഞിരുന്നു. അങ്ങനെയെങ്കിൽ JCB ഓപ്പറേറ്റർ അല്ല ഈ പറയുന്ന അമ്പിളി. അങ്ങനെയെങ്കിൽ ഈ JCB ഓപ്പറേറ്റർ ഇവിടെ കയറിയിട്ടുണ്ടോ? ഈ JCB ഓപ്പറേറ്റർ ആരായിരുന്നു? ഈ ദീപു പറഞ്ഞ JCB ഓപ്പറേറ്റർക്ക് ഇതിലുള്ള പങ്ക് എന്താണ്? അത്തരത്തിലുള്ള ഒരു അന്വേഷണം കൂടി നടത്തേണ്ടതുണ്ട്. ഏതായാലും നിലവിൽ അമ്പിളിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് അമ്പിളിയിലൂടെ ചോദ്യം ചെയ്യലിലൂടെ തന്നെ അടുത്ത ആളിലേക്ക് മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നതിലേക്ക് എത്തുക എന്നത് തന്നെയാണ് പോലീസിന്റെ നീക്കം. അതിനുള്ള അന്വേഷണം ഏതായാലും നിലവിൽ തുടരുന്നുണ്ട്. ചോദ്യം ചെയ്യലിന് ശേഷം ഒരുപക്ഷെ അയാളെ ഈ പറയുന്ന നെയ്യാറ്റിൻകര അമരവിള ഭാഗത്തു നിന്നുമാണ് ഈ കാറിൽ കയറിയത് എന്ന് പറയുന്നു. ആ ഭാഗം തൊട്ട് ഈ കളിയക്കാവിള ഭാഗത്തേക്ക് എത്തിയത് വരെയുള്ള ഇത് റീക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം നടത്തുമെന്നാണ് നമ്മൾ കരുതുന്നത്. അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ കൂടി എത്തുന്നതോടുകൂടി കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നതടക്കം ഈ വിഷയത്തിൽ ലഭ്യമാകുമെന്നാണ് കരുതുന്നത്. ഏതായാലും ഗുണ്ടാ സംഘങ്ങളുടെ ഒരു പങ്ക് കൂടി കുടുംബം ആരോപിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അവർക്ക് കൂടി ഇതിൽ പങ്കുണ്ടോ എന്നതുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള അന്വേഷണവും പോലീസ് സമാന്തരമായി തന്നെ നടത്തുന്നുണ്ട്. നിലവിൽ ഏതായാലും അമ്പിളിയെ ഈ രഹസ്യാന്വേഷണ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. ശ്രുതി, വ്യക്തമാണ് സുനിഷ. അമ്പിളി കുറ്റം സമ്മതിക്കുമ്പോഴും എന്താണ് കൊലപാതകത്തിന് കാരണം, ഒപ്പം മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ കൂടി ഇനി അറിയേണ്ടതുണ്ട്. സുനിഷ അയ്യലൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.